നാളെ മുതൽ കേരളത്തിലെ കുട്ടികൾക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓണം എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഏതൊരു വിഷയത്തിനും ഓണം എക്സാം ആണെങ്കിലും നിങ്ങൾ ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങളുടെ ഓണം എക്സാം ഉഷാറാവട്ടെ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. നിങ്ങൾ പഠിച്ചറിവും വെച്ചിട്ട് നിങ്ങൾ എത്രയാണോ കഷ്ടപ്പെടുന്നത് ആ കഷ്ടപ്പെടുന്ന റിസൾട്ട് നിങ്ങളെ തേടി എന്തായാലും വരും. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കുറയില്ല. നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ പലരും പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്, പുതിയ രീതിയിലാണ് ചോദ്യം ചോദിക്കുക, നിങ്ങൾ പെടുന്നു. നിങ്ങൾ ഒരിക്കലും പെടാൻ പോകുന്നില്ല. ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ മാറിയാലും നിങ്ങളുടെ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ, എടുക്കുന്ന പാഠങ്ങൾ നിങ്ങൾ കറക്റ്റ് ആക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ പാഠത്തിലുള്ള കോണ്ടന്റും കോൺസെപ്റ്റും നിങ്ങൾ അടിപൊളിയാക്കിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിച്ചാലും എങ്ങനത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിച്ചാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നത് ടഫാവും എപ്പോഴാണ് നിങ്ങളൊന്നും പഠിക്കാതെ ഏതെങ്കിലും അല്ലെങ്കിൽ എക്സാമിന് 2-3 ദിവസം മുന്നേ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓണം എക്സാം ടഫാവും. ഓണം എക്സാമിൻ്റെ ഓരോ വിഷയവും നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. ഓണം എക്സാം ഇപ്പോൾ ഫസ്റ്റത്തെ എക്സാം മാത്സ് ആണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ എക്സാം നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊന്ന് അനലൈസ് ചെയ്യണം. എനിക്ക് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാത്തത്, എനിക്ക് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റാതിരുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാതിരുന്നത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കാം ആ ക്വസ്റ്റ്യനുള്ള കോണ്ടന്റ് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനുള്ള കാര്യം പഠിക്കാൻ മറന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓണം എക്സാം നിങ്ങളെ സംബന്ധിച്ചുള്ള ട്രയലാണ്. ഒരു ജസ്റ്റ് എന്താ നമ്മൾ ക്രിക്കറ്റൊക്കെ പണ്ട് കളിക്കുമ്പോൾ ട്രയൽ ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ ട്രയലാണ് ഫസ്റ്റ്. ഇതിൽ നിങ്ങളുടെ മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടെത്തണം. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം നിങ്ങൾ അടിപൊളിയാക്കി മാറ്റാൻ ശ്രമിക്കുക. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും A+ എന്ന ഒരു മാർക്കിലേക്ക് എത്താൻ സാധിക്കില്ല. നിങ്ങളൊരു 40% മാർക്കൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു തെറ്റ് നിങ്ങൾ ഇനി അടുത്ത എക്സാമുകൾക്ക് വരുത്തരുത്. കഴിയുന്നതും ഓണം എക്സാം കഴിഞ്ഞ ശേഷം ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി, ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കി, വീക്കിലി 5 days, ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഓണം എക്സാം എന്തും തന്നെ ആയിക്കോട്ടെ, നിങ്ങളതൊരു ട്രയൽ ആക്കിയിട്ട് എടുക്കുക, അതൊരു പ്രാക്ടീസ് ആയിട്ട് എടുക്കുക. ഓണം എക്സാം വരുന്ന മിസ്റ്റേക്കുകൾ, നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിലൊന്നും ആ തെറ്റ് വരുത്തില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരു ദൃഢനിശ്ചയം ഉറപ്പിക്കുക. അപ്പം എല്ലാവരും ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് പോയിട്ട് ഓണം എക്സാം ചെയ്താൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരട്ടെ. നിങ്ങൾ പഠിച്ചതിനുള്ള, നിങ്ങൾ എഫേർട്ട് ഇട്ടതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.